എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഡോറും തുറന്ന് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ലീഫ് വില്ലേജിലേക്ക് തന്നെ വരാണ്. കുട്ടപ്പനൊരു വലിയ മിഷനൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷമാണ് ഇപ്പൊ ഗ്രാമത്തിലേക്ക് എത്തുക. കുട്ടപ്പന്റെ കയ്യില് ഇപ്പൊ ഒരു ലെറ്റർ ഉണ്ട്. അത് ഹൊക്കാഗയ്ക്ക് കൊടുക്കാനായിട്ട് അവിടെയുള്ള സെക്യൂരിറ്റികളോട് ഇപ്പൊ പെർമിഷൻ വാങ്ങിക്കും. എന്നിട്ട് ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇപ്പൊ എന്തൊക്കെയോ ഒരുപാട് മാറ്റങ്ങള് ഗ്രാമത്തിൽ വന്നായിട്ട് കുട്ടപ്പനെ ശ്രദ്ധയിൽപ്പെടും. അപ്പൊ വഴിയിലായിട്ട് ഡോച്ചു ചലഞ്ച് ഇഷ്ടപ്പെടുന്നവര് ഈ വഴിയെ വായോ എന്ന് പറഞ്ഞ് ഒരു ബോർഡ് കാണും. ഇതെന്താടാ അപ്പനെ ഇങ്ങനെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അത് കാണാൻ ഇപ്പൊ ആ വഴിയിലൂടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീടിന്റെ മുൻപിലെത്തും. എന്നിട്ട് നൈസായിട്ട് അവൻ ഒളിഞ്ഞു നോക്കുമ്പോൾ ഡോറും പൊട്ടി നമ്മുടെ കുട്ടപ്പൻ വീടിന്റെ ഉള്ളിലേക്ക് വീഴും. അപ്പൊ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ലീ ആവട്ടെ പുറത്തേക്ക് പാഞ്ഞു വന്ന് കുട്ടപ്പനെ ചവിട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. നീയാണ് എന്റെ ആദ്യത്തെ ഡോജോ പ്ലെയർ, കമോൺ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്യാൻ ചാടി ചാടി നിൽക്കുമ്പോ കുട്ടപ്പൻ പേടിച്ച് വരച്ച് പറയും, അയ്യോ ഇല്ലില്ല, ഞാൻ ഫൈറ്റ് ചെയ്യണമെന്ന് വന്നതല്ല. പക്ഷെ അപ്പോഴേക്കും ലീ ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെ അടിച്ച് ചപ്പാത്തി പരത്തിയിട്ടുണ്ടാവും. കട്ട് ചെയ്താ ഇപ്പൊ ലീ ആവട്ടെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ടുകൊടുത്ത് കുട്ടപ്പനോട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പനെ കാണിക്കും. കുട്ടപ്പന്റെ മോന്ത ഇപ്പൊ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നിരിക്കുകയാണ്. കുട്ടപ്പൻ വിഷമിച്ച് ഇതെന്ത് പ്രാക്ടീസ് ആണെന്ന് അവനോട് ചോദിക്കുമ്പോൾ ലീ പറയും, ഞാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നെ കൊണ്ടൊന്നും നടക്കുന്നില്ല. ആരെങ്കിലും എൻ്റെ കൂടെ പേരായിട്ട് പ്രാക്ടീസ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടിപൊളിയായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് വെറും 6 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. ഞാൻ മറ്റൊരു ഗ്രാമത്തില് മിഷന് പോയപ്പോഴാണ് ഈ ഒരു ഡോച്ചോ ചലഞ്ച് ആദ്യമായിട്ട് കണ്ടത്. അന്നു മുതൽക്കേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഡോച്ചോ സെന്റർ. തീർച്ചയായിട്ടും നീ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണം. ചെയ്യില്ലേ പ്ലീസ് കുട്ടപ്പ? നീ ഫൈറ്റ് ചെയ്ത് ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അടിപൊളി ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരുന്നു പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പന്റെ കൈ പിടിച്ച് ലീ അമർത്താൻ തുടങ്ങും. കുട്ടപ്പനാവട്ടെ നോ എന്നും പറഞ്ഞ് പേടിച്ച് 100-110 ഇപ്പൊ പുറത്തേക്ക് ഓടും. കുട്ടപ്പൻ പോകുന്ന വഴിയില് ഇപ്പൊ പൊറുപുറത്തോണ്ട് പറയും, ഞാൻ ഇത്രയും സമയം വെറുതെ ആ ലീയുടെ കൂടെ ഇരുന്ന് എന്റെ സമയം കളഞ്ഞു. അവന് ശരിക്കും വട്ടാണ് ഒരു ഡോജോ പ്രാക്ടീസ്, അതൊക്കെ എടുത്തു കളയേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് മൈഗൈ ആവട്ടെ കുട്ടപ്പന്റെ മുൻപിലേക്ക് വരും. അവൻ കുട്ടപ്പൻ പറയുന്ന കേട്ട് ഡോജോ പ്രാക്ടീസോ അതെന്താണെന്ന് ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും. ഓ മൈ ഗോഡ്, എന്റെ ലീ അവൻ ഇത്രയും ബുദ്ധി വെച്ചോ? എന്നെ പോലൊരു മണ്ടൻ മാസ്റ്റർ അവനെ ട്രെയിൻ ചെയ്തിട്ട് പോലും അവനിപ്പോ കഷ്ടപ്പെട്ട് അവന്റെ ബുദ്ധി വികസിപ്പിച്ച് ഇപ്പൊ ഒരു അടിപൊളി സംരംഭം തന്നെ തുടങ്ങിയിരിക്കുകയാണ്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ കിടന്ന് കരയാൻ തുടങ്ങും. കുട്ടപ്പൻ പറയും, പക്ഷെ നല്ല കാര്യത്തിന് ഇതുവരെ ഡോജോ ചലഞ്ചിന് വേണ്ടി ആരും അവന്റെ അടുത്തേക്ക് പോയിട്ടില്ല. അതിന് മൈഗൈ പറയും, അയ്യോ ആരും ചെന്നില്ലെങ്കിൽ അവന്റെ കോൺഫിഡൻസ് അത് പോവും. ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് അവന് കൊണ്ടുപോയി കൊടുക്കും. ഞാൻ അവന്റെ മാസ്റ്ററാണ്, അതെന്റെ കടമയാണെന്ന് പറയുമ്പോ കുട്ടപ്പൻ പറയും, അതിനാരെങ്കിലും ഈ പൊട്ടത്തരത്തിന് നിങ്ങളുടെ കൂടെ വരണ്ടേ? അത് കേട്ട് ദേഷ്യപ്പെട്ട് ഇപ്പൊ മൈഗൈ പറയും, വേറെ ആരുടെ ആവശ്യം എനിക്കില്ല, ഞാൻ തന്നെ വിവിധ ഗെറ്റപ്പില് അവന്റെ അടുത്തേക്ക് ചെന്ന് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ കപ്പടാ മീശയും നല്ല ചപ്രത്തല വിക്കൊക്കെ വെച്ച് നമ്മുടെ മൈഗൈ ആവട്ടെ ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ അവിടേക്ക് സാക്കുറ വന്നിട്ട്, ഞാൻ നിങ്ങളെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, നിങ്ങളോട് എത്രയും പെട്ടെന്ന് ഹൊക്കാഗെ ആന്റി ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു പറഞ്ഞ് അവളാവട്ടെ അവിടുന്ന് പോവും. അപ്പം മൈഗൈ ചിന്തിക്കും, ഇത്ര ഈസി ആയിട്ട് ഇവളെന്നെ കണ്ടുപിടിച്ചോ? അങ്ങനെ നമ്മുടെ ആള് ഇപ്പൊ ഹൊക്കാഗയുടെ ഓഫീസിലെത്തുമ്പോ ഹൊക്കാഗ പറയും, എത്രയും പെട്ടെന്ന് നീ ഒരു പുതിയ മിഷൻ അത് ഏറ്റെടുക്കണം. ഷിക്കമരു വില്ലേജില് ഇപ്പൊ ആരൊക്കെയോ വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാരാണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. നീ അല്ലാതെ മറ്റാരും ഈ ഒരു മിഷൻ ഏറ്റെടുക്കാൻ ഇപ്പൊ ഗ്രാമത്തിലില്ല. അത് കേട്ട് മൈഗൈ യെസ് മാഡം എന്ന് പറഞ്ഞ് ഇപ്പൊ 100-110 പുറത്തേക്ക് ഓടാൻ തുടങ്ങും. അപ്പൊ ഹൊക്കാഗെ അവന്റെ ലുക്ക് കണ്ട് ഇവന് ഭ്രാന്ത് പിടിച്ചോന്ന് ഇപ്പൊ അവിടെയുള്ളവരോട് ചോദിക്കും. മൈഗൈ മിഷന് വേണ്ടി ഇപ്പൊ കാട്ടിലൂടെ ഓടുന്നത് ഏതോ ഒരു കോലൻ ബൈനോക്കുലർ വെച്ച് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറയും, സോ ഇവനെ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രാമത്തിലെ സീക്രട്ട് അതെനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ ആ ഒരു കോലൻ ഇപ്പൊ മൈഗയുടെ വേഷം കെട്ടി ഗ്രാമത്തിലേക്ക് ഇറങ്ങും. അതേസമയം കുട്ടപ്പനാവട്ടെ ഇപ്പൊ ലീഡ് അടുത്ത് ചെന്ന് നിന്നോട് ഫൈറ്റ് ചെയ്യാൻ ഒരു ധീരം വരുന്നു, ഡോജോ ചലഞ്ചിന് റെഡി ആയിക്കോന്ന് പറയുമ്പോ ഇവിടെ ലീക്ക് ഒരുപാട് സന്തോഷാവും. പക്ഷെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ആരെയും കാണാതാവുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ
അവന്റെ ടെൻഷൻ കൂടും. അപ്പൊ കുട്ടപ്പൻ പേടിച്ചു വിറച്ച് ഇനിയും മൈഗൈ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ എന്നെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങും. ദേവിയെ മൈഗൈ അവൻ വേഗം വരണേന്ന് കുട്ടപ്പൻ പ്രാർത്ഥിക്കുമ്പോ ലീക്ക് കലി കയറി. ഇത്രയും നേരം ഞാൻ കാത്തിരുന്നു. എന്നെ പറഞ്ഞു പറ്റിച്ചതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡോജോ ചലഞ്ചർ അത് നീ തന്നെയാണ് കുട്ടപ്പ എന്ന് ലീ വിളിച്ചു കാറും. അത് കേട്ട് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടും. കട്ട് ചെയ്താ മൈഗയുടെ വേഷം കെട്ടിയ ആ ഒരു കോലൻ ഇപ്പൊ ഗ്രാമത്തിലേക്ക് കടന്നു വരും. ആ ഒരു കോലൻ പേടിച്ചു വരച്ചു നിൽക്കുമ്പോ ഇപ്പൊ കറക്റ്റായിട്ട് കുട്ടപ്പൻ അവിടേക്ക് വരും. വാവ്, നിന്നെ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു ഇത്രയും നേരം? ലീ നിനക്ക് വേണ്ടി ഒരുപാട് നേരമായിട്ട് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് അവനെയും കൂട്ടി ഇപ്പൊ കുട്ടപ്പനാവട്ടെ ലീന്റെ അടുത്തേക്ക് പോകും. നമ്മുടെ കോലൻ ഇപ്പൊ മനസ്സിൽ സന്തോഷിക്കും. തീർച്ചയായിട്ടും ഈ ഒരു പയ്യനെ ഉപയോഗിച്ച് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടുപിടിക്കും. അവനങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ ഡോജോ ചലഞ്ചിന് വേണ്ടി ആ ഒരു കോലൻ വില്ലനെ ഇപ്പൊ ലീയുടെ മുൻപിലേക്ക് എത്തിക്കും. ലീക്കാണെങ്കിൽ അവനെ കണ്ട് ഒരുപാട് സന്തോഷാവും. അപ്പൊ കുട്ടപ്പൻ ഇപ്പൊ നൈസായിട്ട് അവന്റെ ചെവി പറഞ്ഞു കൊടുക്കും, ഞാൻ ഡോജോ ചലഞ്ചിന് തയ്യാറാണ് എന്ന് വിളിച്ചു പറ. അത് കേൾക്കേണ്ട താമസം കോലന് കാര്യം പിടികിട്ടാതെ അവൻ അതുപോലെ തന്നെ ഇപ്പൊ വിളിച്ചു പോവും. അത് കണ്ട് ഹാപ്പി ആയിട്ട് മൈഗൈ ആവട്ടെ, നിനക്കൊരു അടിപൊളി ചോയ്സ് ഞാൻ തരാം. ഈ ഒരു ഫൈറ്റില് നീ ജയിക്കുകയാണെങ്കിൽ ഞാനുണ്ടാക്കിയ ഈ ഒരു സ്ഥാപനം തന്നെ ഞാൻ നിനക്ക് തരാം. കമോൺ കമോൺ, ഫൈറ്റ് ചെയ്യാൻ വായോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ലീ ആവട്ടെ ചാടി ചാടി നിൽക്കും. അതിന് കോലം കരുതും ഇവനൊരു ചെറിയ ചെക്കനാണ്, ഇവന് ഈസി ആയിട്ട് തൂക്കി എറിഞ്ഞ് എനിക്ക് ഈ ചലഞ്ചിൽ ജയിക്കാന്ന് പറഞ്ഞ് അവൻ മുമ്പോട്ടേക്ക് ഓടി വരുമ്പോ പെട്ടെന്ന് ലീയെ കാണാൻ കഴിയില്ല. അപ്പൊ ലീ അവൻ കറക്റ്റായിട്ട് ഇപ്പൊ ചാടി മേലെ കയറി അങ്ങനെ തന്നെ കറങ്ങി വന്ന് ഒരൊറ്റ ഇടിക്കും. ആ ഇടിയിൽ കോലൻ തെറിച്ചു വീണ് ആശാൻ ജയിച്ചേ എന്ന് വിളിച്ചു കാറും. നമ്മുടെ ലീ ഇപ്പൊ ഒരു സെക്കൻഡ് ഞെട്ടിയിട്ട് ഐ എം സോറി, അപ്പോ ഞാൻ ഈ ഗെയിമിൽ ജയിച്ചു, യാഹൂ, എന്റെ ഫസ്റ്റ് ഗെയിമിൽ ഞാൻ തന്നെ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ലീ ആവട്ടെ തുള്ളി ചാടാൻ തുടങ്ങും. അത് കണ്ട കുട്ടപ്പൻ അവൻ തോറ്റെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇത് വെറും സാമ്പിൾ ഫൈറ്റ് ആണ്, ഇനി നടക്കാൻ പോകുന്നതാണ് ഒറിജിനൽ ഫൈറ്റ് എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ കോലന് വീണ്ടും പണി കൊടുക്കും. കോലനാണെങ്കിൽ 8ന്റെ പണി കിട്ടി. എന്താടാ നീ പറയണേ, ഞാൻ ഫൈറ്റ് നിർത്തി എന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങുമ്പോ ലീ ആവട്ടെ, എനിക്കറിയാം ഒരിക്കലും ഡോജോ ഗെയിമില് ആരും സറണ്ടർ ആവില്ല. ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചു, ഇനി പറ്റില്ല. നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരുന്നോ ചോദിച്ചിട്ട് ലീ ആവട്ടെ ഇപ്പൊ ചാടി വീണ് അവനെ അടിക്കാൻ തുടങ്ങും. അങ്ങനെ രണ്ട് ടീമും ഇപ്പൊ വമ്പൻ ആയുധമൊക്കെ എടുത്ത് പോരാട്ടം നടത്തുമ്പോ കുട്ടപ്പനാവട്ടെ അത് നോക്കി കൈയടിക്കും. കമോൺ കമോൺ, പിടിക്ക് പിടിക്ക് പിടിക്കവനെ എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പൻ ആവേശം കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ്. മൈഗൈ അവൻ സൂപ്പറായിട്ട് അടിവാങ്ങി അഭിനയിക്കുകയാണെന്ന് ഇപ്പൊ കുട്ടപ്പൻ പറയും. കട്ട് ചെയ്താ ഇപ്പൊ റിയൽ മൈഗൈ ഷിക്കമരു വില്ലേജിൽ പോയി നോക്കുമ്പോ അവിടെ പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമുണ്ടാവില്ല. അവരുടെ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങള് ഇപ്പൊ കൊരങ്ങന്മാര് അടിച്ചുകൊണ്ടുപോയി. അതേതോ വില്ലന്മാരാണെന്ന് കരുതിയാണ് അവരൊക്കാകെ ഇപ്പൊ വിവരം അറിയിച്ചത്. ആക്ച്വലി ഷിക്കമരു ഗ്രാമത്തില് അവിടെ ഒരുപാട് സ്നാക്സുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് അടിച്ചു മാറ്റാനാണ് കൊരങ്ങന്മാര് അവിടേക്ക് എപ്പോഴും വരിക. ചോച്ചിക്ക് അത് കണ്ട് ഒരുപാട് വിഷമായി. എനിക്ക് കുറച്ച് ചിപ്സ് മാത്രമേ ബാക്കിയുള്ളൂ, അത് എത്രയും പെട്ടെന്ന് നമുക്ക് തിന്നു തീർക്കാന്ന് പറയും. ഓ, അവന്റെ ഒരു ചിപ്സ് വെറുതെ ആളെ വിളിച്ചു വരുത്തി കളിയാക്കുന്നോടം ചോദിച്ചിട്ട് ഇപ്പൊ ഈനോ ആവട്ടെ അവന്റെ അടുത്ത് ചൂടാവും. അത് കണ്ട് മൈഗൈ ചിരിക്കുമ്പോ നീ എന്ത് കോലത്തിലാ ഇവിടേക്ക് വന്നേക്കണേ, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചിട്ട് അവളാവട്ടെ ഇപ്പൊ മൈഗൈക്ക് കണ്ണാടി ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോഴായിരിക്കും മൈഗൈക്ക് ഇപ്പൊ ലീന്റെ ഡോച്ചോ മാച്ചിനെ കുറിച്ച് ഓർമ്മ വരിക. മൈഗൈ 100-110 ഇപ്പൊ ലീഡ് അടുത്തേക്ക് ഓടുമ്പോ ഇവിടെ ലീ ആവട്ടെ ആ ഒരു കോലനെ ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോലൻ അവൻ അടിമേടിക്കുന്നുണ്ട് ഇപ്പൊ കുട്ടപ്പന് പോലും പാവം തോന്നിപ്പോവും. എങ്കിലും ഇവൻ എന്തിനാണ് ഇങ്ങനെ അടിവാങ്ങി കൂട്ടുന്നതെന്ന് കുട്ടപ്പൻ ചിന്തിക്കുമ്പോ ലീ അങ്ങനെ ചാടി വന്ന് ആ കോലനെ തൊഴിച്ചങ്ങോട്ട് തെറിപ്പിക്കും. തൊഴി കിട്ടി ഡോറും തകർത്ത് ഇപ്പൊ വില്ലൻ പുറത്തു വീഴുമ്പോ കുട്ടപ്പനാവട്ടെ വിടാതെ അവന്റെ പുറകെ പോയി മുഖത്തേക്ക് വെള്ളം കോരി ഒഴിച്ചിട്ട് നീ ഇനിയെങ്കിലും ലീ ആയിട്ട് ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവന് യാതൊരു കോൺഫിഡൻസും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പൻ വീണ്ടും അവനെ പ്രോത്സാഹിപ്പിക്കും. അതിനവൻ പറയും, ഞാനൊരു മിഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ, ഞാൻ നല്ല ടയർഡാണ്, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാം, സത്യമായിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ കിടന്ന് കരയാൻ തുടങ്ങും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു ട്വിസ്റ്റ്. നമ്മുടെ ശരിക്കുള്ള മൈഗൈ ഇപ്പൊ ഓടി ഓടി ഗ്രാമത്തിലെത്തും. റിയൽ മൈഗൈനെ കണ്ട നമ്മുടെ സെക്യൂരിറ്റീസ് ആവട്ടെ ഇപ്പൊ വണ്ടറടിച്ചു നിൽക്കും. ലീയെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഇവിടെ കുട്ടപ്പനാവട്ടെ മൈഗൈയുടെ വേഷവും കെട്ടി ഫൈറ്റ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് വരും. അപ്പൊ ലീ ആവട്ടെ 1 മിനിറ്റ് അവനെ കണ്ട് വണ്ടറടിക്കും. കാരണം ഇത്രയും അടി കിട്ടിയിട്ടും ഇപ്പൊ ഫ്രഷ് ആയിട്ട് അവൻ വീണ്ടും വന്ന് നിൽക്കുകയാണ്.
കുട്ടപ്പൻ പേടിച്ചു വിറച്ച് ഇപ്പൊ ശ്വാസം മുറുക്കെ പിടിച്ചു നിൽക്കും. ലീ ഫൈറ്റ് തുടങ്ങുമ്പോ കുട്ടപ്പന് വേറെ വഴിയില്ലാതെ അവനാവട്ടെ ഇപ്പൊ ക്ലൗൺസിനെ വെച്ച് അവനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ലീ ക്ലൗൺസിനെ എല്ലാം ചുരുട്ടിക്കൂട്ടി എറിയുമ്പോ വേറെ വഴിയില്ലാതെ കുട്ടപ്പനാവട്ടെ അവനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ ഒരുപാട് സാക്കുറമാരെ ചുറ്റും നിരത്തി നിർത്തും. അപ്പൊ അവൻ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ഇപ്പൊ സാക്കുറയെ നോക്കി നിൽക്കുമ്പോ കുട്ടപ്പൻ അത് മുതലെടുത്ത് ഇപ്പൊ അവനെ പിച്ചി ചീന്താൻ തുടങ്ങും. അപ്പൊ ലീക്ക് മനസ്സിലാവും ഒരു സെക്കൻഡ് നമ്മുടെ ശ്രദ്ധ മാറിയാൽ പോലും 8ന്റെ പണി കിട്ടും. ലീ വീണ്ടും ഉഷാറായി ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുമ്പോ ആ ഒരു കോലം പയ്യൻ അവൻ ഒരുപാട് ടെൻഷനായിട്ട് ഇപ്പൊ ആ ഒരു ഫൈറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കും. ഇനി ഇവിടെ നിന്നാ അത് വലിയ അപകടമാണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങണമെന്ന് പറഞ്ഞ് കോലൻ നൈസായിട്ട് ഇപ്പൊ ലീനെ പോലായിത്തീരും. എന്നിട്ട് കൂളായിട്ട് ഗ്രാമത്തിന് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോ അവന്റെ മുൻപിലേക്ക് ഇപ്പൊ സ്റ്റൈലായിട്ട് മൈഗൈ വന്ന് നിൽക്കും. ധൈര്യം ഉണ്ടെങ്കിൽ വാ നമുക്ക് ഡോജോ ഗെയിം കളിക്കാന്ന് പറയുമ്പോ ആ ഒരു വില്ലൻ അവന് മനസ്സിലാവും അവന്റെ കാര്യത്തില് ഇപ്പൊ ഏകദേശം തീരുമാനമായെന്ന്. ഇവന്റെ സ്റ്റുഡന്റിന്റെ അടി പോലും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഇവന്റെ അടി അതെന്തായിരിക്കുമെന്ന് ഇപ്പൊ ഒരു നിമിഷം അവൻ ചിന്തിക്കും. മൈഗൈ വീണ്ടും സ്ട്രോങ് ആയിട്ട് ചാടി അങ്ങനെ ഇപ്പൊ അവൻ അടിക്കാൻ വരും. കോലം പേടിച്ച് ഇപ്പൊ മുണ്ടും പൊക്കി പിടിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങും. അങ്ങനെ ഓടി വന്ന് ആ ഒരു റൂമിലേക്ക് കയറുമ്പോ കുട്ടപ്പനും ലീവ് ആവട്ടെ ആ ഒരു കോലൻ ലീയെ കണ്ട് ഇപ്പൊ വണ്ടറടിച്ചു നിൽക്കും. പക്ഷെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ മൈഗൈ ആവട്ടെ ചാടി വന്ന് ആ ഒരു കോലൻ ലീനെ ഇപ്പൊ ഇട്ടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. എന്നിട്ട് പൊട്ടിക്കരഞ്ഞു പറയും, എനിക്ക് നിനക്ക് വേണ്ടി ഇത് മാത്രമേ ചെയ്യാൻ കഴിയൂ. നിന്നെ ഇടിച്ചതില് നീ എന്നോട് ക്ഷമിക്കില്ലേന്ന് ചോദിച്ചിട്ട് അവൻ കണ്ണു തുറക്കുമ്പോ അവന്റെ റൈറ്റ് സൈഡില് ഇപ്പൊ ലീ കൂളായിട്ട് നിൽക്കുന്നതായിട്ട് അവൻ കാണും. അപ്പൊ ഞാൻ ഇടിച്ചത് അതാരെയാണെന്ന് പറഞ്ഞ് മുൻപോട്ട് നോക്കുമ്പോ ആ ഒരു കോലൻ അവന്റെ യഥാർത്ഥ രൂപത്തില് ഇപ്പൊ വലിച്ചു വലിച്ചു കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ അവനെ ഇടിച്ച് ചമ്മന്തിയാക്കി അങ്ങനെ തൂക്കിയെടുത്ത് ഹൊക്കാഗയുടെ മുൻപിൽ കൊണ്ടുവരും. അപ്പൊ ഹൊക്കാഗ പറയും, ഓൾറെഡി ഞാൻ നിങ്ങളെ വിളിപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു. ഇന്റലിജൻസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ട് പ്രകാരം ഇപ്പൊ ഗ്രാമത്തില് ആരോ അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. ഹൊക്കാഗയ്ക്ക് അറിയില്ല ഓൾറെഡി നമ്മുടെ ആൾക്കാര് ഇടിച്ച് ചമ്മന്തിയാക്കി ഇപ്പൊ തൂക്കിയെടുത്തോണ്ട് ഇവിടേക്ക് വന്ന കാര്യം. ഹൊക്കാഗെ അവർക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോ മൈഗൈ ആവട്ടെ അവനെ ഞങ്ങൾ ഓൾറെഡി പിടിച്ചു എന്ന് പറഞ്ഞ് ഇപ്പൊ തൂക്കിയെടുത്ത് അവളുടെ മുൻപിലേക്കിടും. അത് കണ്ട് വണ്ടറടിച്ച് ഷോക്കായിട്ട് നിൽക്കുന്ന ഹൊക്കാഗയെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.